പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരും കൊതിച്ചു പോകുന്ന, അത് ഞാനായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു ദൈവിക ആലോചന സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനത്തിൽ അവൻ ആശ്ചര്യത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. 1-ാം സങ്കീർത്തനത്തിൽ ഭാഗ്യവാനായ ഒരാളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു വൃക്ഷത്തോടാണ് ഇതിനെ ഉപമിച്ചത്. ഒരു ഭക്തനായ ഒരു മനുഷ്യനെ കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് സങ്കീർത്തകനായ ദാവീദ് ഈ സങ്കീർത്തനം അവിടുന്ന് രേഖപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കിയത്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ ഒരു വൃക്ഷമാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ആറ്റരികത്ത് അനേകം വൃക്ഷങ്ങളുണ്ട്. അത് വെള്ളത്തിലൂടെ ഒഴുകി വന്ന് യാദർശികമായി മുളച്ചു വന്ന് വലിയ മരമായി അങ്ങനെ നമുക്കൊക്കെ കാണാൻ കഴിയും. എന്നാൽ ഇവിടെ അതല്ല. ഇത് നടുന്ന ഒരാളുണ്ട്, നട്ട ഒരാളുണ്ട്. ഇത് നടുകയാണ് ചെയ്തത്. ആറ്റരികത്ത് നട്ട് നല്ലൊരു വൃക്ഷത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് ഇലകളുണ്ട്, ശാഖകളുണ്ട്, വേരുകളുണ്ട്. അതിന് ഏറ്റവും വലിയ പ്രത്യേകത, അത് വെള്ളത്തിനരികിലാണ് കൊണ്ടുപോയി നട്ടത്. ആത്മനദിയുടെ തീരത്ത് ഒരു ഭക്തനായ മനുഷ്യനെ ഉപമിച്ചുകൊണ്ടുള്ള ഒരു ദൈവിക ആലോചന നമ്മൾ കേൾക്കുമ്പോൾ ആരും കൊതിച്ചു പോകും, അവൻ ഞാനായിരുന്നുവെങ്കിൽ, അത് ഞാനായിരിക്കണമേ എന്ന് നമ്മളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാലും ആറ്റരികത്ത് എന്നെ നട്ടെങ്കിൽ എപ്പോഴും വെള്ളം ആവശ്യത്തിന് വലിച്ചെടുക്കുവാനും അതിന് വലിയ പ്രത്യേകതകളുണ്ട്. പ്രിയമുള്ളവരെ, അത് കാലാവസ്ഥയ്ക്ക് വെയിലടിച്ചാൽ ഇല വാടാത്തതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും എപ്പോഴും അത് പച്ചപ്പായിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നെങ്കിൽ, ഒരു ആത്മീയ മനുഷ്യനും ഇതുപോലെ ദൈവസന്നിധി പ്രാർത്ഥനയോടെ ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ഒരു വലിയ ഒരു പ്രവൃത്തിയെ നമുക്ക് കാണാൻ കഴിയും. യെരമ്യാ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വചനത്തിൽ ഇതുപോലെ തന്നെ ആറ്റരികത്ത് നട്ട ഒരു വൃക്ഷത്തെക്കുറിച്ച് അവിടെയും പറയുവാൻ ഇടവന്നു. ഒരു ഭക്തനായ മനുഷ്യൻ, ദൈവത്താൽ വിശുദ്ധിയിലും വേർപാടിലും വേർതിരിയപ്പെട്ട, കാരണം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവത്തിന്റെ മകനായ നമ്മളെ ദൈവം വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടണം. പ്രിയമുള്ളവരെ, ഒരു മരത്തിന്റെ ഇല അതിന് ആവശ്യമുണ്ട്, അതിന്റെ കമ്പുകൾ, വേരുകൾ എല്ലാം ആവശ്യമുണ്ട്. എന്നാൽ മരത്തിന്റെ ഫലം അതിന് ആവശ്യമില്ല, അത് മറ്റുള്ളവർക്കാണ് വേണ്ടത്. ബാക്കിയെല്ലാം അതിന് ആവശ്യമുള്ളതാണെങ്കിൽ ഫലം കായ്ക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ദൈവം അതിനു വേണ്ടിയാണ് നമ്മളെ വേർതിരിച്ച് നിർത്തിയിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന്റെ ഒരു മകൻ, ഒരു മകൾ ദൈവത്തിന് വേണ്ടി ഒരു ഭാഗ്യവാനായി ഫലം കായ്ക്കാൻ വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഈ ഭക്തനായ ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ, ഒന്ന്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാത്ത ഒരു മനുഷ്യനായിരിക്കണം. 2, പാപിയുള്ള വഴിയിൽ നിൽക്കാത്ത മനുഷ്യനായിരിക്കണം. 3, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. 4, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. യഹോവയുടെ ന്യായപ്രമാണം 5, രാപ്പകൽ ധ്യാനിക്കണം. ഈ ഭാഗ്യവാനായ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദുഷ്ടന്റെ ആലോചനയല്ല, ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ വഴി, ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ സ്വരം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ആത്മാ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് രാപ്പകൽ ധ്യാനിക്കുന്ന, പ്രാർത്ഥിക്കുന്ന
ദൈവത്തോട് കൂടെയായിരിക്കുന്ന ഒരു ദൈവ പൈതലിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ വചന സന്ദേശം ആറ്റരികത്ത് ഞാൻ നട്ട ഒരു ദൈവിക മകനായി തക്കകാലത്ത് ഫലം കായ്ച്ച് മറ്റുള്ളവർക്കൊരു പ്രയോജനമുള്ളവനാക്കി എന്നെ അങ്ങ് തീർക്കുവാനും കർത്താവിന് ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവ മനുഷ്യനായി എന്നെ കൊണ്ടുപോകണമേ കർത്താവേ എന്നൊന്ന് പ്രാർത്ഥിച്ചാറുണ്ടല്ലോ. നിങ്ങളുടെ അടുക്കലേക്ക് ഈ വചനം വെളിപ്പെടും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വചനത്തിന്റെ ശക്തി ഇറങ്ങി വരും. അത്ഭുതങ്ങളും അടയാളം കൊണ്ട് നിങ്ങൾ ദൈവകൃപയിൽ നിറയപ്പെടും. കർത്താവ് മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.